ഹലോ, ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ആറ്റുകളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പൊങ്കാലയുടെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്പലത്തിൻ്റെ ഘോഷയാത്രയൊക്കെ കാണാൻ പറ്റി കേട്ടോ. നല്ല പ്ലോട്ടായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കഴക്കൂട്ട ഏരിയ തൊട്ട് തന്നെ അടുപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ അടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങേ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. അയ്യപ്പൻ കോവിലിൻ്റെ അവിടെയുള്ള തിരക്കാണ് കേട്ടോ ഇത്രയും. ഓരോ തേരുവിളക്കുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ തിരക്കുണ്ടാവും. അപ്പോൾ ആ തിരക്ക് ഒക്കെ നമ്മൾ തേരുവിളക്കൊക്കെ കണ്ടിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അമ്പലത്തിന് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫ്രണ്ടിൽ സൂചി കുത്താനായിട്ട് ഇടയില്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി കുറച്ച് നേരം തിരിച്ച് പോകണോ വേണ്ടതെന്നുള്ള ഒരു മൈൻഡിലായിരുന്നു കേട്ടോ നിന്ന്. അത്രയും തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ട് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി ഡാൻസ് കാണാമെന്ന് വെച്ച് പോയപ്പോൾ സ്റ്റേജ് ഫ്രണ്ടിലെല്ലാവരും ഈ അടുപ്പ് കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇത്രയും സൗണ്ടിൻ്റെ ഇടയിലും ഇവരൊക്കെ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ദൈവത്തിനോട് അത്രയും ഭക്തിയും ആദരവുള്ള ആൾക്കാർക്കേ അത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് കമ്മലും മാലയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ നോക്കി. നമ്മുടെ അവിടെ നെറ്റ്വർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് GP ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരികെ പോന്നിട്ടുണ്ടായിരുന്നേ. 12 മണിയോളം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ.